നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അവരുടെ സ്ഥാനാർത്ഥി ലോക മലയാളികൾക്കാകെ സ്വീകാര്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്ന്. അങ്ങ് ലോക മലയാളികൾക്കൊക്കെ സ്വീകാര്യനാക്കുന്നതിന് മുൻപ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതാക്കൾക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഇദ്ദേഹത്തെ ഒന്ന് സ്വീകാര്യനാക്കി കൊടുത്താൽ നന്നായിരിക്കും. ആ സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തിരിച്ചോട്ടെ. ആ സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് എത്തിയതിനു ശേഷം ഇന്ന് ഈ നിമിഷം വരെ 1 ഡസന് മുകളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര് കോൺഗ്രസ് പാളയം ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് വരുന്ന നില ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്ടെ മാത്രം സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പോയിട്ടുള്ളൂ 1 ഡസന്. നിങ്ങളുടെ വർഷങ്ങളായി അസ്വസ്ഥനായി പോകാൻ നിൽക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി ഇന്നലെ ഇറങ്ങി വന്നു. ഒരു വർഷമായിട്ട് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പാർട്ടി പരിപാടികൾ സജീവമല്ല. പഞ്ചായത്ത് മെമ്പർ കുറെ കാലങ്ങളായി ഇവിടുത്തെ പാർട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും UDF നേതൃത്വവുമായി ബന്ധപ്പെട്ടും സഹകരണമില്ല. അല്ല ഞാൻ പറയട്ടെ, മണ്ഡലം സെക്രട്ടറിയോ? മണ്ഡലം സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭർത്താവാണ്. ഞാൻ പറയട്ടെ, പോയ 3, 4, 5 പേര് അവരെല്ലാം പാർട്ടിക്കകത്ത് മറുപടി പറയണ്ടേ. ഇവർക്കെല്ലാം കുറെ കാലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായോ ഐക്യജനാധിപത്യ മുന്നണിയുമായോ ഒരു ബന്ധത്തിലും ഒരു പ്രവർത്തനവും ഇവർ രംഗത്തുണ്ടായിരുന്നില്ല. അവരുടെ അസ്വസ്ഥതകളും അവരുടെ പ്രയാസങ്ങളും പരിഹരിക്കാൻ പാർട്ടിയും മുന്നണിയും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഭരണകാലത്തിലും ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊരു മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവർ അവസരം ഉപയോഗിച്ചു വന്നതിനപ്പുറത്തേക്ക് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയിൽ ഞാൻ പറയാം. സമാനമായ നിലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെയും പാലക്കാട് ജില്ലയിലെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ അവരൊക്കെ കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അസ്വസ്ഥരാണ്. അവരൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പാലക്കാട്ടെ പ്രാദേശിക BJP പ്രവർത്തകരും നേതാക്കളും ഇല്ലാത്തത്. അവിടെ അവസാനിക്കുന്നില്ല. ഈ പാലക്കാട് ഒരു പ്രാധാന്യവുമില്ല. ഒരു പ്രാധാന്യവും വർദ്ധിപ്പിച്ചത് 23-ാം തീയതി പാലക്കാടും വർദ്ധിപ്പിച്ച് ഞങ്ങൾ കാട്ടിത്തരാം. ഇനി പ്രാദേശിക നേതാക്കൾ മാത്രമല്ല, ഇവിടുത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാകെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന അവർ ACCക്ക് അയച്ച കത്ത് പുറത്തു വിട്ട് നാടിനോട് പറഞ്ഞു. ഞാനും DCC പ്രസിഡന്റും 5:30 DCC ഓഫീസിൽ നടന്ന ഇലക്ഷന്റെ ഒരു ഇൻകാസിന്റെ പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വോട്ട് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ EP ജയരാജൻ എപ്പോഴാണ് മാരാർജി ഭവനിലേക്ക് പോകുന്നത്? ചോദ്യം. ഇന്നലെ EP ജയരാജൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണ്, ഊതിക്കാച്ചിയെ പൊന്നെന്നൊക്കെ പറഞ്ഞത് ശരിക്കും ട്രോൾ ചെയ്താണോ? അല്ല, ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കും ഈ നാട്ടിലെ മനുഷ്യർക്കും ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം മികച്ച സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ P സരിൻ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട് അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുള്ളതും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എത്രയാകും ഭൂരിപക്ഷം എന്നുള്ളത് ഈ വരുന്ന 23-ാം തീയതി നമുക്ക് കാണാം. വട്ടിയൂർക്കാവിൽ എന്താണോ കണ്ടത്, സമാനമായ നിലയിൽ 3-ാം സ്ഥാനത്ത് നിന്നും കുതിച്ചുയർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് നിയോജക മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള തർക്കവും വേണ്ട.